എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ആഴ്ച സർവകാര്യ സിദ്ധി യോഗത്താൽ ജീവിത മുന്നേറ്റം നടത്തുകയാണ് കുറച്ച് നക്ഷത്ര ജാതകർ. ചുരുക്കി പറഞ്ഞാൽ ഇവർക്ക് രാജയോഗത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ദിവസം. അതിനി വെറും 5 ദിവസം കൂടി കാത്തിരുന്നാൽ മാത്രം മതി. ഈ 5 ദിവസങ്ങൾക്കു ശേഷം ഇവരുടെ ജീവിതത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ, ഇവർ പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. വരുന്ന ദിവസങ്ങളിൽ ഇവരെ കാത്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ തന്നെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം. മകയിരം നക്ഷത്രക്കാരെക്കുറിച്ച് തന്നെ ആദ്യം പറയേണ്ടതുണ്ട്. വരുന്ന 5 ദിവസങ്ങൾക്ക് ശേഷം ഇവർക്കൊരു സർക്കാർ ഉദ്യോഗത്തിനുള്ള അഡ്വൈസ് മെമ്മോ ഈ തൊഴിലിനായിട്ട് ശ്രമിക്കുന്നവർക്ക് ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു തന്നെ നിൽക്കുന്നുണ്ട്. ധനനേട്ടങ്ങൾ, പല പ്രകാരേണ സന്തോഷകരമായ അനുഭവങ്ങൾ, ഒട്ടനവധി കാര്യങ്ങൾ ഇവരെ കാത്തിരിക്കുന്ന ദിവസങ്ങളാണ് വരുന്നത്. എത്ര വരുമാനമുണ്ടോ അതനുസരിച്ച് ചിലവുകൾ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ സാമ്പത്തിക നഷ്ടത്തിനും സാധ്യതകൾ കൂടുതലാണ്. അത് മുൻകൂട്ടി മനസ്സിലാക്കുക. ആഭരണങ്ങളൊക്കെ വാങ്ങാൻ നല്ല സമയമാണ്. മനസ്സന്തോഷം കിട്ടുന്ന ചില കാര്യങ്ങളും അപ്രതീക്ഷിതമായിട്ട് നടന്നു കിട്ടും. തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റങ്ങൾക്ക് സാധ്യതകളുണ്ട്. ഉദ്യോഗസ്ഥർക്ക് ആജ്ഞാശക്തിയോടെ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കും. സ്വയം തൊഴിലുകാർക്ക് ക്ലേശങ്ങൾ കുറഞ്ഞു തുടങ്ങും. ധനകാര്യങ്ങളിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക തിരിമറിയിലൂടെ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഒന്നും ചെയ്യാതിരിക്കുക. ബന്ധുജനങ്ങളുമായിട്ട് ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകും. ബന്ധനാവസ്ഥയ്ക്ക് യുക്തമായ ഔഷധ സേവ ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ അകന്നു കഴിയുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും സൗഹൃദം പുനഃസ്ഥാപിക്കും. പാപവിചാരം കുറഞ്ഞു തുടങ്ങും. നിർബന്ധ ബുദ്ധിയും കുറഞ്ഞു തുടങ്ങും. അപസ്മാര പീഡയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം, കദളിപ്പഴ നിവേദ്യം ഇവ നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി പുണർദം നക്ഷത്രജാതകരെക്കുറിച്ച് നോക്കാം. പല പ്രകാരത്തിലുള്ള ഭാഗ്യ അനുഭവങ്ങൾക്ക് വഴി തുറക്കുന്ന ദിവസങ്ങളാണ് ഇനി 5 ദിവസങ്ങൾക്ക് ശേഷം ഉണ്ടാകുക. വീട്ടിൽ സമാധാന അന്തരീക്ഷം കൂടി വരും. ആവശ്യമില്ലാതെ മനോവിചാരമേറി വഴിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ശീലം മാറ്റിവെക്കണം. ഉദരരോഗങ്ങൾ, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് യുക്തമായ ചികിത്സ ലഭിക്കും. മൂത്രാശയ രോഗം ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പലിശയ്ക്കും മറ്റും കൊടുത്ത പണം തിരികെ ലഭിക്കും. വേറെയും ധനാഗമങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ബന്ധുജനങ്ങൾ ഒത്തുകൂടും. പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും. സുഖ അനുഭവങ്ങൾ കൂടുതലായിട്ട് ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാണ്. അസാധ്യമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും സാധ്യമാകും. ധനകാര്യ സ്ഥാപനങ്ങളിലെ ഏർപ്പാടുകളിലെ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വാങ്ങാൻ നല്ല സമയമാണ്. കൂടുതൽ സ്നേഹബന്ധത്തിലുള്ളവരുമായി പിരിയാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ അപവാദം പറയാതെയും ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കണം. അഗ്നി കൊണ്ടും ജലം കൊണ്ടും പ്രവർത്തിക്കുന്ന തൊഴിലുകൾ മെച്ചപ്പെടും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശിവന് ധാര, പഞ്ചാക്ഷര മന്ത്ര പുഷ്പാഞ്ജലി ഇവ ചെയ്ത് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി പൂരം നക്ഷത്ര ജാതകരെ കുറിച്ചാണ് പറയേണ്ടത്. രോഗാരിഷ്ഠിതയാൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നവർക്ക് ആരോഗ്യം വീണ്ടു കിട്ടുന്ന സന്തോഷകരമായ ഒരു സന്ദർഭം ഇവരുടെ ജീവിതത്തിലേക്ക് 5 ദിവസത്തിനുള്ളിൽ തന്നെ കടന്നു വരും. ഈ ദിവസങ്ങളിലൊക്കെ ശത്രുക്കളുടെ ഉപദ്രവവും കുറവായിരിക്കും. ധനലാഭങ്ങൾ വർദ്ധിക്കും. ഭൂമി, വാഹനം ഇവകളുടെ കച്ചവടം നടത്താൻ നല്ല സമയമാണ്. അവിചാരിതമായ ധനാഗമം ഉണ്ടാകും. ഭാര്യയോടും ഭർത്താവിനോടും സന്താനങ്ങളോടും
കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ജോലിയിൽ പ്രമോഷൻ സാധ്യതകൾ കാണുന്നുണ്ട്. സ്ത്രീകൾ മുഖേന ചില ഉപദ്രവം ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് പരിചയമില്ലാത്ത വ്യക്തിബന്ധങ്ങൾ മാറ്റി നിർത്തുക. ദീർഘദൂര യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് യാത്രകൾ വളരെ അനുകൂലമായിട്ട് വരും. അലച്ചിലും മനോദുഃഖവുമൊക്കെ ഈ സമയത്ത് കുറവാണ്. എല്ലാ കാര്യങ്ങൾക്കും ഉള്ള തടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും. നേതൃസ്ഥാനത്തേക്ക് ഉയരാൻ സാധിക്കും. കീർത്തിയും പ്രശസ്തിയും നേടാൻ നല്ല സമയമാണ്. പിതൃ മാതൃതുല്യ സ്ഥാനത്തോടുള്ളവരോടും സഹോദരങ്ങളോടും ഉള്ള കലഹം വരാതെ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ആഗ്രഹം സഫലമാകും. അക്ഷമയും ഈർഷ്യയും കുറഞ്ഞു തുടങ്ങും. എല്ലാത്തിനും എതിർക്കുന്ന സ്വഭാവം, ദുർജനങ്ങളുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടുന്ന ദുശ്ശീലം, ഇതൊക്കെയൊന്ന് മാറ്റിവെക്കുക. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണുവിന് സുദർശന മന്ത്ര പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ചിത്തിര നക്ഷത്ര ജാതകരെ കുറിച്ചാണ് പറയേണ്ടത്. വരുന്ന 5 ദിവസത്തിനുള്ളിൽ തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും നല്ല സമയമാണ്. വിദേശത്ത് ജോലിക്കും ശ്രമിക്കാം. ഉറപ്പിച്ച വിവാഹങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടക്കും. പുതിയ വീട് പണി തുടങ്ങാനും നല്ല സമയമാണ്. ധനനേട്ടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. മനസ്വസ്ഥത വർദ്ധിക്കും. സന്ധികളിൽ വേദന, വയറ്റിൽ നീർക്കെട്ടുണ്ടാകുക, ഗർഭപാത്രം സംബന്ധിച്ച് അസുഖങ്ങൾ, ഇവ ശ്രദ്ധിക്കണം. ശസ്ത്രക്രിയകൾ ആവശ്യമെങ്കിൽ ഈ സമയത്ത് നടത്താം. എല്ലാത്തിനും ഉള്ള തടസ്സങ്ങളും ക്ലേശങ്ങളും മാറിക്കിട്ടും. വിദ്യാഭ്യാസം സംബന്ധിച്ച് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മനസ്സിലെ ആദിയൊക്കെ മാറ്റിവെച്ച് പഠന കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുക. ബന്ധുജനങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും. കഠിനമായ ദുഃഖ അനുഭവങ്ങൾ വിട്ടൊഴിയും. ബുദ്ധിസാമർഥ്യം കൊണ്ടും വാക്സാമർഥ്യം കൊണ്ടും പല കാര്യങ്ങളും നേടാൻ ശ്രമിക്കണം. കച്ചവടത്തിൽ വരും ദിവസങ്ങളിൽ ലാഭം പ്രതീക്ഷിക്കാം. തർക്കവിഷയങ്ങളിൽ മധ്യസ്ഥത വഹിക്കേണ്ടതായിട്ട് വരും. വിനോദയാത്രകൾ നടത്താനും നല്ല സമയമാണ്. ഇവർ ദോഷപരിഹാരത്തിന് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ 100 പാലും കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി നമുക്ക് ഉത്രാടം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. കുടുംബത്തിൽ സർവ ഐശ്വര്യങ്ങൾക്കും തുടക്കം കുറിക്കുന്ന ഒരു സമയമാണ്. 10 ദിവസത്തിനുള്ളിൽ സന്താനങ്ങളുടെ കാര്യത്തിൽ ഇവർക്കൊരു സന്തോഷ വാർത്ത തേടിവരും. ഈ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സ്വന്തം വാഹനം എന്ന ആഗ്രഹവും ഭൂവണിയും, ഭാര്യയിൽ നിന്നും കുട്ടികളിൽ നിന്നും സന്തോഷം നിറഞ്ഞ അവസ്ഥകൾ ഇവർക്ക് പ്രതീക്ഷിക്കാം. ദുർവാശി മൂലം സുഹൃത്ത് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാതെ നോക്കണം. ചിന്തിച്ച് പ്രവർത്തിച്ച ഉദ്ദേശിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ എത്തിക്കാനാകും. അപകടം ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറഞ്ഞു തുടങ്ങുന്നുണ്ട്. ഈ മാസത്തിൻ്റെ അവസാനം ഗൃഹ അന്തരീക്ഷം അനുകൂലമാകും. വാഹനം വാങ്ങാനും ഗൃഹം നിർമ്മാണത്തിനും സമയം അനുകൂലമാണ്. കുട്ടികളുടെ പഠന വൈകല്യം മാറ്റിയെടുക്കാനാകും. വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങി സന്തുഷ്ട വിവാഹത്തിന് യോഗം കാണുന്നുണ്ട്. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. വിവാഹ അനന്തരം സാമൂഹിക വിജയം കൈവരും. കുടുംബക്കാരുടെ സഹകരണത്താൽ ഗൃഹനിർമ്മാണം പൂർത്തിയാകും. നിയമ പോരാട്ടങ്ങളിൽ സംയമനം പാലിക്കണം. വസ്തു തർക്കത്തിൽ അനുകൂല വിധി ഉണ്ടാകും. വസ്തു വിൽപ്പനയ്ക്കുള്ള തടസ്സങ്ങൾ മാറിവരും. കുടുംബസ്വത്ത് മോഹവിലയ്ക്ക് സ്വന്തമാക്കാൻ അവസരവും ഉണ്ട്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഹനുമാന് വടമാല, വെണ്ണച്ചാർത്ത്, ശ്രീരാമന് നെയ്വിളക്ക്, ശിവന് ജലധാര അർച്ചന, ഭദ്രകാളിക്ക് കുങ്കുമാർച്ചന എന്നിവ നടത്തുക. സ്വയംവര യന്ത്രം ദേഹരക്ഷയ്ക്കായിട്ട് ധരിക്കുന്നതും ഈ കാലഘട്ടത്തിൽ ഏറെ ഗുണം ചെയ്യും. ഇനി ചതയം നക്ഷത്ര ജാതകരെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ചതയം നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുകയാണ്. അടുത്ത 10 ദിവസത്തിനുള്ളിൽ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ ഇവർക്ക് സ്വന്തമാകുന്നതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. കുടുംബത്തിൽ സർവ ഐശ്വര്യത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാൻ അവസരങ്ങൾ ലഭിക്കും. ദേശാന്തരവാസത്തിലൂടെ നേട്ടവും ഉണ്ടാകും. വിദേശയാത്രയ്ക്ക് യോഗം കാണുന്നുണ്ട്. സംസാരത്തിലും പ്രവൃത്തിയിലും ശ്രദ്ധിക്കണം.
സത്യാവസ്ഥ അന്വേഷിച്ച ശേഷം മാത്രം നിഗമനങ്ങളിൽ എത്താൻ ഒന്ന് ശ്രദ്ധിക്കുക. വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങി സന്തുഷ്ടമായ വിവാഹത്തിനും ഈ സമയത്ത് യോഗമുണ്ട്. സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകും. ആത്മീയതയിൽ ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കും. ക്ഷമാപൂർവമുള്ള പെരുമാറ്റം മറ്റുള്ളവരുടെ ആദരവ് പിടിച്ചുപറ്റുന്നതിന് കാരണമാണ്. വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്കും പ്രമോഷൻ പ്രതീക്ഷിക്കുന്നവർക്കും സമയം അനുകൂലമായിട്ട് വരും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് മഹാദേവന് മൃത്യുഞ്ജയാർച്ചനയും പിൻവിളക്കും സമർപ്പിക്കണം. മഹാവിഷ്ണുവിന് തുളസിമാല, പാൽപായസം എന്നിവയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.